ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ മിലിറ്ററി ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നേ. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സാധനം മേടിച്ചുകൊണ്ടിന്ന് ഇവിടെ വന്നിങ്ങനെ റേറ്റൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു റേറ്റ് കമ്പാരിസൺ വീഡിയോ ഒന്ന് ചെയ്തിടാം. അപ്പോൾ എത്ര രൂപയാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് കൂടി. ഭയങ്കര എന്താണ്, ചില സാധനങ്ങൾക്ക് പകുതിയുള്ള റേറ്റുകളെ നമ്മുടെ ഈ മിലിറ്ററി ക്യാൻറ്റീനിലൊക്കെ വരുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോന്ന് എല്ലാമൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ അതിനുള്ള സമയമില്ല. എന്നാലും ഞാൻ നല്ല രീതിയിൽ റേറ്റ് കുറവുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പം ഇതാണ് ബില്ല് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതേ ഈ ഒരു ഡയറി മിൽക്ക് ഉണ്ടോ, ഇത് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ഇത് 110 രൂപയാണ് ഇത് ഒരെണ്ണം. ഈ ഡയറി മിൽക്ക് ചോക്കോ ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്ന ഈ ഡയറി മിൽക്കിന് 110 രൂപയാണ് റേറ്റ്. പക്ഷേ ഇതിന് ഒരെണ്ണത്തിന് അവിടെ വരുന്നത് 49 രൂപയാണ്. പകുതി റേറ്റ് പോലും ഇല്ല, 49.5 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ വേണ്ട 5 സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന 20 രൂപയാണ്. ഇതിന് വരുന്നത് എനിക്ക് തോന്നുന്നു 10 രൂപയും ഇല്ല, അത് കാണാൻ പറ്റുന്നില്ല. 10 രൂപ പോലും വരുന്നില്ല ഇതിന്. അങ്ങനെ ഇതും പകുതി റേറ്റ് പോലും ഇതിനില്ല. പിന്നെ വരുന്നത് മാഗി തന്നെ. ഈ മാഗി റേറ്റ് വരുന്നത് പുറത്തെ റേറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഉള്ളത് എത്രയാണ് ഇതിന് വെച്ചിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് 90 രൂപയാണ് ഇതിന് റേറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ വരുന്നത്. പക്ഷേ ഇതിന് വരുന്നത് 59 രൂപയാണ് ഈ മാഗിക്ക് റേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എല്ലാമൊന്നും കാണിക്കാനുള്ള സമയമില്ല. ഈ നമ്മുടെ പാഡ്, വിസ്പറിൻ്റെ പാഡ്, അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിന് 299 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ 200 രൂപയാണ് റേറ്റ്. പക്ഷേ ഇതിന് 111 രൂപയാണ്. അതും മുക്കാൽ ഭാഗം, ഒരു പകുതിയേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് ഈ എവരിഡയുടെ പാൽപ്പൊടിക്ക് ഇതിലിട്ടേക്കുന്ന റേറ്റ് 580 വരുന്നത്. 580 രൂപയാണ് 1 കിലോയുടെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 480 രൂപ, 100 രൂപ കുറവാണ്. 480 ഈ പാൽപ്പൊടിക്ക് വരുന്നത്. അതുപോലെ ഈ തേയില ബോവി അങ്ങനെയാണ് ഇതിൽ വെച്ചേക്കുന്നത്. 540 രൂപയാണ് ഈ തേയിലയ്ക്കുള്ളത്. ഇതിലെ റേറ്റ് എന്ന് പറയുന്നത് കാണുന്നില്ല, ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ബോവി പ്രൈം ടീ ഇതിന് 313 രൂപയാണ് അവിടുത്തെ റേറ്റ്. ഇതിലുള്ളത് 540 രൂപയാണ് ഉള്ളത്. അതിനുശേഷം ഈ സർഫ് എക്സൽ, ഇത് ലിക്വിഡ് വാഷാണ്, നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതിന് 205 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് 136 രൂപയാണ് അവിടെ ഉള്ളത്. പിന്നെ അതുപോലെ ഇത് നേരത്തെ പറഞ്ഞ പാൽപ്പൊടിയുടെ 400 ഗ്രാമാണ്. ഇതിന് 235 രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനുള്ളത് 196 രൂപയാണ് നമ്മൾ അല്ലാണ്ട് ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ, ക്യാൻറ്റീനിൽ മേടിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ അല്ലാണ്ട് കുറേ സ്നാക്സുകളുണ്ട് ഇതിനകത്ത്.
ഒരു സ്നിക്കേഴ്സ് ചോക്ലേറ്റ് ആണ്. അതിന് നമ്മൾ ഇതിൽ വെച്ചേക്കുന്ന റേറ്റ് 160 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 88 രൂപ. 88 രൂപയ്ക്കാണ് ഇത് മേടിക്കുന്നത്. പിന്നെ ഇതിൽ കാണിക്കാൻ ഇല്ലാണ്ടുള്ളത് ഹോർലിക്സ് ഉണ്ടായിരുന്നു. ഹോർലിക്സ് റേറ്റ് 200 സംതിങ് ആണ്, പക്ഷേ ഇതിന് 160 രൂപയാണ് നമ്മളിന്ന് മേടിച്ചേക്കുന്നത്. പിന്നെ ബൂസ്റ്റ് 299 രൂപയാണ് അല്ലാത്ത റേറ്റ്. അതിപ്പോൾ ഇവിടെ ഇല്ല. 299 രൂപയാണ് നമ്മൾ ബൂസ്റ്റിൽ ഇട്ടേക്കുന്ന റേറ്റ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് അതിന് 166 രൂപ വരുന്നുള്ളൂ. പിന്നെ ഈ ചോക്കോ പൈ, ഇങ്ങനത്തെ സ്നാക്സുകൾ അല്ലൂസിന് അങ്ങനത്തെ കുറേ സാധനം മേടിച്ചിട്ടുണ്ട്. ഈ ചോക്കോ പൈ ഞാൻ പറയുവാണെങ്കിൽ ഈ മാംഗോഡ ഇതിൽ വെച്ചേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. നമുക്ക് അവിടെ നിന്ന് 53 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഇതുപോലത്തെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആപ്പി ഇതിൽ വെച്ചേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ വെച്ചേക്കുന്ന റേറ്റ് 70 രൂപയാണ്. നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് ഉള്ള റേറ്റ് 41 രൂപയാണ്. 41 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അതും ഏകദേശം ഒരു പകുതി റേറ്റാണ്. പിന്നെ ഈ പ്രില്ലിൻ്റെ ഈ ഡിഷ് വാഷ് 116 രൂപയാണ് നമുക്ക് ഇതിൽ വെച്ചേക്കുന്ന. നമ്മൾ മേടിക്കുമ്പോൾ ഉള്ളത് ഇതിന് 76 രൂപയാണ് അവിടെ നിന്ന് മേടിക്കുമ്പോൾ വരുന്നത്. പിന്നെ ഈ ചന്ദ്രികയുടെ സോപ്പ്, ബാത്തിങ് സോപ്പ്, ഇതിൻ്റെ റേറ്റ് വെച്ചേക്കുന്നത് 47 രൂപ. 47 രൂപ. ഇതിൻ്റെ നമുക്ക് അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളത് 22 രൂപയാണ്. ആ പകുതി റേറ്റും ഇല്ല. പിന്നെ അല്ലാണ്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഒത്തിരി റേറ്റ് കുറവില്ല. ഇതിന് ഈ സോൻ പപ്പി 65 രൂപയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 65 രൂപയാണ്. പക്ഷേ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ 45 രൂപ. പിന്നെ അതുപോലത്തെ ഇതുപോലത്തെ ഇങ്ങനത്തെ നമ്മുടെ വേഫേഴ്സ്, ഇത് അല്ലൂസിനുള്ളതാണ് വേഫേഴ്സ്. ഇതിൻ്റെയൊക്കെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ് ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് ഉള്ള റേറ്റ് എന്ന് വെച്ചാൽ 30 രൂപയാണ് പകുതി. അതിന് കറക്റ്റ് പകുതി. പിന്നെ ഈ ക്ലോസപ്പ് 67 രൂപയാണ് ഇതിനകത്ത് വെച്ചേക്കുന്ന റേറ്റ്. നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ പേസ്റ്റ് 36 രൂപയാണ്. അതും ഏകദേശം പകുതിയോളം രൂപയാണ് അതിനും വരുന്നത്. പിന്നെ ഈ ഒരു ലിച്ചിയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതിനും 1 ലിറ്ററിൻ്റെ ആണ്. ഇത് റേറ്റ് വന്നിട്ട് ഇതിൽ 99 രൂപയാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന ഫ്രഷ് ഗോൾഡ് 71 രൂപ. ഏകദേശം 28 രൂപ ഏകദേശം കുറവുണ്ട്. പിന്നെ ഈ ബോർബോണിൻ്റെ ബിസ്ക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല ലാഭം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് 40 രൂപയാണ് ഇതിൽ വെച്ചേക്കുന്ന റേറ്റ്. അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് 19 രൂപ. 40 രൂപയുടെയാണ്, പകുതി റേറ്റുള്ളില്ല, 19 രൂപയാണ് വരുന്നത്. അതുപോലെ ഇതിനെല്ലാം ഇതൊക്കെ ലൂസിന് അല്ലാതെ മേടിച്ച ഈ വേഫേഴ്സൊക്കെയാണ്. ഇതിനെല്ലാം ആ റേറ്റാണ്. ഇതിനിപ്പോൾ 90 രൂപയാണ് ഇതിൽ വെച്ചേക്കുന്നത്. അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് 61 രൂപ. 61 രൂപയാണ് ഇതിന് വരുന്നത്. ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഇതും 40 രൂപയാണ്, 19 രൂപയേ ഉള്ളൂ. പിന്നെ ഇത് 23 രൂപ ഈ ബിസ്ക്കറ്റൊക്കെ നല്ല പകുതിയോളം റേറ്റേ ഉള്ളൂ. ഇതിന് 10 രൂപ. ഇതിൽ വെച്ചേക്കുന്നത് 23 രൂപയാണ്. അങ്ങനെ കുറേ സാധനം ഈ കഴിക്കാൻ പറ്റുന്ന കുറേ സാധനം. പിന്നെ ഈ ഫ്രൂട്ടി ഇതിൽ വെച്ചേക്കുന്ന 62 രൂപയാണ്. നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് 46 രൂപ. പിന്നെ അല്ലാണ്ട് നമ്മൾ എടുത്ത സാധനങ്ങളുണ്ട് യൂസ് ചെയ്ത. ഇപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പ് നമ്മൾ MRP എന്ന് പറയുന്നത് 60 എത്രയും കൊണ്ടാണ്. ഇതിനകത്ത്
31 രൂപയാണുള്ളത്. പിന്നെ ഓയിലുണ്ടായിരുന്നു, അതും ഇപ്പം എടുത്തിട്ടില്ല. ഓയിലിന് 5 ലിറ്ററിൻ്റെ ഓയിലാണ്. അതിൽ MRP വെച്ചേക്കുന്നത് ഒരു 1400 അങ്ങനെയാണ് വെച്ചേക്കുന്നത് അതിൻ്റെ റേറ്റ്. പക്ഷേ അത് അവിടെ നിന്ന് മേടിക്കുമ്പോൾ 762 രൂപയാണ് അവിടെ ആയത്. അങ്ങനെ കുറേ സാധനങ്ങൾക്ക് പകുതി കാശേ ഉള്ളൂ. അതാണ് കമ്പാരിസൺ. റേറ്റ് തമ്മിൽ അത്യാവശ്യം നല്ല ഒത്തിരി സാധനങ്ങൾക്ക് റേറ്റ് കുറവുണ്ട്, എന്നാൽ കുറച്ച് സാധനങ്ങൾക്ക് ആ ഒരു കുറച്ച് റേറ്റ് വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ എത്ര രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അല്ലാണ്ട് ഈ ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കുന്നതിൻ്റെയും പ്രൈസ് തമ്മിൽ ഇങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ചാ.